ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു പാട്ട് നമ്മൾ വായിക്കുമ്പോൾ ആ പാട്ടിനെ ബ്യൂട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവയാണ് ഓർണമെന്റ്സ് അല്ലെങ്കിൽ അലങ്കാരങ്ങൾ. ഈ ഓർണമെന്റ്സിനെ നമ്മൾ എംബെല്ലിഷ്മെന്റ്സ് എന്നും പറയാറുണ്ട്. പുതിയ നോട്ട്സ് ആഡ് ചെയ്തുകൊണ്ടോ അതല്ല എങ്കിൽ ഋതത്തിൽ മാറ്റം വരുത്തിയോ ആണ് നമ്മൾ സാധാരണയായിട്ട് ഓർണമെന്റ്സ് ഫോം ചെയ്യുന്നത്. 8 ഓർണമെന്റ്സുകളെ പറ്റിയും അവ എങ്ങനെയാണ് വയലിനിൽ പ്ലേ ചെയ്യേണ്ടതെന്നുമാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ഓർണമെന്റ് ആണ് ടേൺ, TURN. ഈ വാക്ക് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വളഞ്ഞു തിരിഞ്ഞ ഇത്തരത്തിലുള്ള ഒരു സിമ്പലാണ് നമ്മൾ ടേണിനെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ടേൺ വായിക്കേണ്ടതെന്ന് നോക്കാം. ഏതെങ്കിലും ഒരു നോട്ടിന്റെ മുകളിൽ ടേൺ വരികയാണെങ്കിൽ ആ ഒരു നോട്ടിനെ ഈ ടേൺ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യും. നമുക്കിപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഡി എന്നുള്ളൊരു നോട്ട് എടുക്കാം. ഡിയുടെ മുകളിൽ ഈ ടേൺ സിമ്പിൾ വരികയാണെങ്കിൽ ഒരു ഡി പ്ലേ ചെയ്യുന്നതിന് പകരം നമ്മൾ വായിക്കേണ്ടത് EDCD എന്നീ 4 നോട്ട്സ് ആണ്. ഒരു ഡിക്ക് പകരം അവിടെ ആ ഡി എന്തായിട്ട് മാറും? EDCD എന്ന് മാറും. നമുക്കിപ്പോൾ എ സ്ട്രിങ്ങിൽ തേർഡ് ഫിംഗർ ഡി എടുക്കാം. ഈ ഒരു ഡിയുടെ മുകളിലാണ് ഇത്തരത്തിൽ ടേൺ സിമ്പിൾ ഉള്ളതെങ്കിൽ നമ്മൾ അവിടെ വായിക്കേണ്ടത് ഡിയുടെ ഹയർ നോട്ട് ആയിട്ടുള്ള ഈ ആദ്യം പ്ലേ ചെയ്യും, D, ദെൻ ലോവർ നോട്ട് CD. അപ്പോൾ ഒരു നോട്ട് വായിക്കുന്നതിന് പകരം അവിടെ 4 നോട്ട്സ് ആയി. അപ്പോൾ ആദ്യം ഹയർ നോട്ട് വായിക്കും, ദെൻ നമ്മുടെ ആക്ച്വൽ നോട്ട് വായിക്കും, ദെൻ ലോവർ നോട്ട്, ദെൻ അഗെയിൻ ദ ആക്ച്വൽ നോട്ട് ഓർ ദ മെയിൻ നോട്ട്. നോർമലി ടേൺ വരുമ്പോൾ ഈ 4 നോട്ട്സും ഒരേ സ്ട്രോക്കിലായിരിക്കും നമ്മൾ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു ഇന്ത്യൻ സോങ് എടുത്ത് നോക്കിയാലും മോസ്റ്റ് ഓഫ് ദ സോങ്സിൽ ഇത്തരത്തിലുള്ള ടേൺസ് വരാറുണ്ട്. ഡി എന്നുള്ള നോട്ടിന് മുകളിലാണ് നമ്മൾ ടേൺ സിമ്പിൾ കാണുന്നതെങ്കിൽ ഈ ഒരു ഡി നോട്ട് വായിക്കുന്നതിന് പകരം അതിന് തൊട്ട് മുകളിലുള്ള ഇ, ദെൻ അഗെയിൻ ഡി, ദെൻ സി, ദെൻ അഗെയിൻ ഡി, ഇങ്ങനെ 4 നോട്ട്സ് ആയിരിക്കും നമ്മൾ വായിക്കുന്നത്. ലാസ്റ്റത്തെ ഡി കുറച്ച് ലോങ്ങർ ആയിട്ടായിരിക്കും പ്ലേ ചെയ്യുന്നത്. രണ്ടാമത്തെ ഓർണമെന്റ് ആണ് ഇൻവേർട്ടഡ് ടേൺ. ഈ വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആദ്യത്തെ ടേണിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു ടേൺ വരുന്നത്, ഇൻവേർട്ടഡ് ടേൺ വരുന്നത്. ഒരു നോട്ടിന്റെ മുകളിൽ ഇൻവേർട്ടഡ് ടേൺ സിമ്പിൾ ആണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ ആദ്യം പ്ലേ ചെയ്യുന്നത് ലോവർ നോട്ട് ആയിരിക്കും. ഡി എന്നുള്ള ഒരു നോട്ടിന്റെ മുകളിലാണ് ഇൻവേർട്ടഡ് ടേൺ വരുന്നതെങ്കിൽ ഡിയുടെ ലോവർ നോട്ട് ആയിട്ടുള്ള സി നമ്മൾ ആദ്യം പ്ലേ ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഡി വായിക്കും, ദെൻ ഹയർ നോട്ട് അതായത് ഇ പ്ലേ ചെയ്യും, അത് കഴിഞ്ഞിട്ട് നമ്മൾ അഗെയിൻ ഡി വായിക്കും. ഒരുപാട് സോങ്സിൽ ഈ ടേണും ഇൻവേർട്ടഡ് ടേണും വരാറുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ടേൺ ഓർ ഇൻവേർട്ടഡ് ടേൺ രണ്ട് സിമ്പിൾസും ഒരു നോട്ടിനെ 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ആ 4 നോട്ട്സ് നമ്മൾ ഒരു ബോയിലായിരിക്കും നോർമലി പ്ലേ ചെയ്യുന്നത്. മൂന്നാമത്തെ ഓർണമെന്റ് ട്രില്ലാണ്, TRILL. ട്രില്ലിന്റെ ഷോർട്ട് ഫോം TR എന്നാണ്. ട്രിൽ എന്ന് പറയുന്നത് ഒരു നോട്ടിന്റെയും അതിന്റെ മുകളിലത്തെ നോട്ടിന്റെയും റാപ്പിഡ് ഓൾട്ടർനേഷൻ ആണ്. വളരെ വേഗത്തിൽ നമ്മൾ ഒരു നോട്ടും അതിന്റെ മുകളിലത്തെ നോട്ടും മാറി മാറി വായിക്കുന്നതാണ് ട്രിൽ എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഡി എന്നുള്ള നോട്ട് എടുക്കാം. ഡിയുടെ മുകളിലാണ് ട്രില്ല് വരുന്നതെങ്കിൽ ഡിയുടെ ഹയർ നോട്ട് ഏതാണ്? ഇ എന്നുള്ള നോട്ടാണ്. അപ്പോൾ നമ്മൾ ED 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 എന്നായിരിക്കും പ്ലേ ചെയ്യുന്നത്. അവിടെ നമ്പർ ഓഫ് നോട്ട്സ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ ഏത് ടൈപ്പ് ഓഫ് നോട്ടിന് മുകളിലാണോ ട്രില്ല് വരുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്പർ ഓഫ് നോട്ട്സ് വരുന്നത്. നമുക്കിപ്പോൾ ഡി എന്നുള്ള നോട്ട് എടുക്കാം. എ സ്ട്രിങ്ങിൽ തേർഡ് പൊസിഷനിലെ ഡി. അപ്പോൾ ഈ ഒരു നോട്ടിന് മുകളിൽ TR അതായത് ട്രിൽ എന്ന് കൊടുത്തിരുന്നാൽ നമ്മൾ വായിക്കുന്നത് ED 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 എന്നാണ്. ഒരു നോട്ടിന് മുകളിൽ ട്രില്ല് വന്നാൽ 2 നോട്ട്സ് ആയിരിക്കും നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ട് പ്ലേ ചെയ്യുന്നത്, ആ മെയിൻ നോട്ടും അതിന്റെ ഹയർ ആയിട്ടുള്ള നോട്ടും. ഇവിടെ ഡി എന്നുള്ള നോട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഡിയുടെ ഹയർ നോട്ട് ഇ ആണ്. അത് പ്ലേ ചെയ്യുമ്പോഴത്തേക്കും ഇ എന്നുള്ള നോട്ടായിരിക്കും ആദ്യം പ്ലേ ചെയ്യുന്നത്. സപ്പോസ് നമുക്കിപ്പോൾ ഓപ്പൺ സ്ട്രിങ് എയിലാണ് ട്രിൽ പ്ലേ ചെയ്യേണ്ടതെങ്കിൽ അവിടെ ആദ്യം വരുന്ന നോട്ട് എയുടെ ഹയർ നോട്ട് ആയിരിക്കും. എയുടെ ഹയർ നോട്ട് ഏതാണ്? അത് ബി ആണ്. സോ നമ്മൾ BA എന്നായിരിക്കും വളരെ ഫാസ്റ്റ് ആയിട്ട് പ്ലേ ചെയ്യുന്നത്. BA, എ ആണ് മെയിൻ നോട്ട്, പക്ഷെ നമ്മൾ ആദ്യം വായിക്കുന്നത് ബി ആണ്.
അടുത്ത ഓർണമെന്റ് നമ്മൾ മോസ്റ്റ് കോമൺലി കാണാറുള്ള മോഡന്റ് ആണ്. നമുക്ക് രണ്ട് തരത്തിലുള്ള മോഡൻസ് ആണ് ഉള്ളത്, അപ്പർ മോഡന്റും ലോവർ മോഡന്റും. എന്താണ് അപ്പർ മോഡന്റ് എന്ന് നോക്കാം. ഒരു നോട്ടിന്റെ മുകളിൽ അപ്പർ മോഡന്റ് വരികയാണെങ്കിൽ നമ്മൾ 3 നോട്ട്സ് ആയിരിക്കും അവിടെ വായിക്കുന്നത്. ആ ഒരു മെയിൻ നോട്ടിന് പകരം 3 നോട്ട്സ് ആയിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യപ്പെടും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഡിയുടെ മുകളിലാണ് ഒരു അപ്പർ മോഡന്റ് ഉള്ളതെങ്കിൽ നമ്മൾ വായിക്കുന്നത്, അവിടെ ആ വേർഡ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അപ്പർ, ഡിയുടെ ഹയർ നോട്ട് നമ്മൾ വായിക്കും. അതായത് ഇ വായിക്കും, then again ഡി വായിക്കും. സോ ഡി, ഇ, ഡി, അങ്ങനെ 3 നോട്ട്സ് ആയിരിക്കും നമ്മൾ പ്ലേ ചെയ്യുന്നത്. നമ്മുടെ മെയിൻ നോട്ട് ഡി ആയിട്ട് നമുക്ക് എടുക്കാം, ഡി. അപ്പോൾ ഡി ആദ്യം പ്ലേ ചെയ്യും, ദെൻ അതിൻ്റെ ഹയർ നോട്ട് അപ്പർ മോഡന്റ് ആയതുകൊണ്ട് ഹയർ നോട്ട് പ്ലേ ചെയ്യും, then again ഡി വായിക്കും, ഡി ഡി. അതുപോലെ തന്നെ ഓപ്പൺ സ്ട്രിങ് എയുടെ നോട്ടിലാണ് ഇത്തരത്തിലൊരു അപ്പർ മോഡന്റ് വരികയാണെങ്കിൽ നമ്മളവിടെ വായിക്കുന്നത് എ, ബി, എ എന്നായിരിക്കും. സ്കെയിൽസിന്റെ സഹായത്തോടെ നമുക്ക് അപ്പർ മോഡന്റ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഡി മേജർ സ്കെയിൽ എടുക്കാം. നമുക്ക് ആ സ്കെയിലിലെ ഓരോ നോട്ടിനും അപ്പർ മോഡന്റ് ആഡ് ചെയ്ത് കൊടുക്കണം. ഡി മേജർ സ്കെയിലിലെ ഫസ്റ്റ് നോട്ട് ഡി ആയതുകൊണ്ട് നമ്മൾ ആ ഡി എങ്ങനെ പ്ലേ ചെയ്യും? ഡി, ഇ, ഡി, അടുത്ത നോട്ട് ഇ ആണ്. ഇയുടെ മുകളിൽ അപ്പർ മോഡന്റ് വന്നാൽ നമ്മൾ എങ്ങനെയായിരിക്കും വായിക്കുന്നത്? ഇ, എഫ്, ഇ. ഇവിടെ നമ്മൾ ഡി മേജർ സ്കെയിൽ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് ഇ, എഫ് ഷാർപ്പ്, ഇ എന്നായിരിക്കും അവിടെ വരുന്നത്. അടുത്ത നമുക്ക് എഫ് ഷാർപ്പ്. എഫ് ഷാർപ്പിന്റെ മുകളിൽ അപ്പർ മോഡന്റ് വന്നാൽ അവിടെ നമുക്ക് കിട്ടുന്ന നോട്ട്സ് എഫ് ഷാർപ്പ്, ജി, എഫ് ഷാർപ്പ് എന്നാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് ആ സ്കെയിലിനെ എക്സ്റ്റെൻഡ് ചെയ്ത് അപ്പർ മോഡന്റ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. മോഡന്റില് രണ്ടാമതായിട്ട് വരുന്നത് ലോവർ മോഡന്റ് ആണ്. ലോവർ മോഡന്റ് എന്ന് പറഞ്ഞാൽ അപ്പർ മോഡന്റിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പർ മോഡന്റ് വായിക്കുമ്പോൾ നമ്മൾ ഹയർ നോട്ട് എടുത്തെങ്കിൽ ലോവർ മോഡന്റ് വായിക്കുമ്പോൾ ലോവർ നോട്ട് ആയിരിക്കും എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഡിയുടെ മുകളിൽ ഒരു ലോവർ മോഡന്റ് വന്നാൽ നമ്മൾ വായിക്കുന്നത് ഡി, സി, ഡി എന്നായിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സ്റ്റാഫിൽ ഒരു നോട്ട് മാത്രമേ കാണത്തുള്ളൂ. ആ നോട്ടിന്റെ മുകളിൽ ഈ പറഞ്ഞിട്ടുള്ള സിമ്പിൾസ് മാത്രമേ കൊടുക്കത്തുള്ളൂ. ഇപ്പോൾ ടേൺ ആണെങ്കിലും ട്രിൽ ആണെങ്കിലും ഒരു മോഡന്റ് ആണെങ്കിലും ഇതിന്റെ സിമ്പിൾസ് മാത്രമായിരിക്കും ആ ഒരു പർട്ടിക്കുലർ നോട്ടിന് മുകളിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കിയിട്ട് എത്ര നോട്ട്സ് ആണോ ആഡ് ചെയ്യേണ്ടത് അത് ആഡ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഇവിടെ ലോവർ മോഡന്റിൽ നമ്മൾ 3 നോട്ട്സ് പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഡി എന്നുള്ള നോട്ടിന്റെ മുകളിലായിരിക്കും ഈ ഒരു സിമ്പിൾ കിടക്കുന്നത്. അപ്പോൾ ആ നോട്ടിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? 3 നോട്ട്സ് ആയിട്ട് പ്ലേ ചെയ്യുന്നത്. ലോവർ മോഡന്റ് ആയതുകൊണ്ട് മെയിൻ നോട്ട്, ലോവർ നോട്ട്, അഗൈൻ ദ മെയിൻ നോട്ട്. സപ്പോസ് നമുക്കിപ്പോൾ ബി എന്നുള്ള നോട്ട്, എ സ്ട്രിങ്ങിലെ ഫസ്റ്റ് ഫിംഗർ ബി, അതിന്റെ മുകളിലാണ് ലോവർ മോഡന്റ് വരുന്നതെങ്കിൽ ഏതൊക്കെ നോട്ട്സ് ആയിരിക്കും നമ്മളവിടെ പ്ലേ ചെയ്യുക? ബി, ലോവർ നോട്ട് ആയിട്ടുള്ള എ, then again ബി. ഓർണമെന്റ്സിൽ നമ്മൾ അടുത്ത് നോക്കുന്നത് ഗ്രേസ് നോട്ടുകളെ പറ്റിയാണ്. ഗ്രേസ് നോട്ടുകൾ ഇല്ലാത്ത പാട്ടുകൾ വളരെ ചുരുക്കമായിരിക്കും. ഒരു പാട്ട് നമ്മൾ വായിക്കുമ്പോൾ ആ പാട്ടിലെ ഒരു വേർഡ്, ആ വേർഡിന്റെ അതേ രീതിയിൽ സൗണ്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഗ്രേസ് നോട്ട് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കണം. രണ്ട് തരത്തിലുള്ള ഗ്രേസ് നോട്ട്സ് ആണ് നമുക്ക് മ്യൂസിക്കിലുള്ളത്, അപ്പോജിയാത്തുറയും അച്ചിയാക്കാത്തുറയും. നമുക്കിതിനെ ടൈപ്പ് 1 എന്നും ടൈപ്പ് 2 എന്നും വിളിക്കാം. അപ്പോജിയാത്തുറയാണ് ടൈപ്പ് 1. അപ്പോൾ ഇതിൽ നമുക്ക് ഒബ്ലിക് ലൈൻ കാണാൻ പറ്റത്തില്ല, ഒരു കുഞ്ഞൻ 8th നോട്ട് മാത്രമായിരിക്കും അവിടെ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സിമ്പിൾ, അതായത് ടൈപ്പ് 1 ഗ്രേസ് നോട്ട് ആണ് ഒരു നോട്ടിന് മുന്നേ ആയിട്ട് വരുന്നതെങ്കിൽ ഇത് ചെയ്യുന്നത് തൊട്ടടുത്തുള്ള നോട്ടിനെ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് നമുക്കിപ്പോൾ ഒരു 8th നോട്ടാണ് ഒരു ഗ്രേസ് നോട്ട് ആയിട്ട് വരുന്നതെങ്കിൽ ആ 8th നോട്ട് തൊട്ടടുത്തുള്ള നോട്ട് ഒരു കോട്ടൺ നോട്ട് ആണെങ്കിൽ ആ കോട്ടൺ നോട്ടിനെ വേറൊരു 8th നോട്ടായിട്ട് മാറ്റും. അപ്പോജിയാത്തുറയായിട്ട് വരുന്നത് ബി എന്നുള്ള നോട്ടും മെയിൻ നോട്ടായിട്ടുള്ളത് എയും ആണെങ്കിൽ ഈ അപ്പോജിയാത്തുറ ചെയ്യുന്നത് മെയിൻ നോട്ടിനെ ഒരു 8th നോട്ടാക്കും. അപ്പോൾ എ ഒരു 8th നോട്ടായിട്ട് മാറും. ഈ അപ്പോജിയാത്തുറയും ഒരു നോർമൽ 8th നോട്ടായിട്ട് മാറും. ഇവിടുത്തെ അപ്പോജിയാത്തുറ എ ആണ്, മെയിൻ നോട്ട് ബി ആണ്. പക്ഷെ നമ്മൾ വായിക്കുമ്പോൾ അതിനെ നോർമലായിട്ട്
എ ബി നോർമൽ നമ്മൾ എങ്ങനെയാണോ എയ്ത്ത് നോട്ട്സ് വായിക്കുന്നത് അതേ രീതിയിലായിരിക്കും ഈ നോട്ട്സ് പ്ലേ ചെയ്യുന്നത്. അപ്പോജിയാത്തുറ മെയിൻ നോട്ടിനെ പകുതിയായിട്ട് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. ഇനി നമുക്ക് അടുത്ത ടൈപ്പ് നോക്കാം, ടൈപ്പ് 2 ഗ്രേസ് നോട്ട്. ടൈപ്പ് 2 ഗ്രേസ് നോട്ട് ആഡ് ചെയ്യുക ചെയ്യുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ബി എന്നുള്ള ഒരു ഗ്രേസ് നോട്ടും എ എന്നുള്ള മെയിൻ നോട്ടും എടുക്കാം. അപ്പോൾ ഇവിടുത്തെ ഗ്രേസ് നോട്ട് ബിയും മെയിൻ നോട്ട് എയുമാണ്. അതുപോലെ നമുക്കിവിടെ ഒരു ഒബ്ലിക് ലൈൻ കാണാൻ പറ്റും. ടൈപ്പ് 1 ഈ ഒബ്ലിക് ലൈൻ ഒരു സ്ലാഷ് ഇല്ല, ഇവിടെ നമുക്ക് ഒബ്ലിക് സ്ലാഷ് കാണാനായിട്ട് കഴിയും. അപ്പോൾ ടൈപ്പ് 2 ഗ്രേസ് നോട്ട് അങ്ങോട്ട് ആഡ് ചെയ്യുക. ഇവിടെ നമുക്ക് ഗ്രേസ് നോട്ട് ബി ആണ്. സോ വളരെ ഷോർട്ട് ആൻഡ് ക്വിക്കറായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബി എന്നുള്ള നോട്ടിനെ എയുടെ കൂടെ പ്ലേ ചെയ്യും. നോർമലി എല്ലാ ഇന്ത്യൻ സോങ്സിലും ഇത്തരത്തിലുള്ള ഗ്രേസ് നോട്ട്സ് നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്കിനി ഇന്നത്തെ ലെസണിലെ ഏറ്റവും അവസാനത്തെ ഓർണമെന്റ് ഏതാണെന്ന് നോക്കാം, ഗ്ലിസാൻഡോ. ഗ്ലിസാൻഡോ എന്ന് പറയുന്നത് സ്ലൈഡ് ആണ്. നമ്മൾ ഒരുപാട് സ്ലൈഡ്സ് ഇന്ത്യൻ പാട്ടുകൾ വായിക്കുമ്പോൾ ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള സ്ലൈഡ്സിന് ഉപയോഗിക്കുന്ന ഒരു ഓർണമെന്റ് ആണ് ഗ്ലിസാൻഡോ എന്നുള്ള ഓർണമെന്റ്. വേവി ആയിട്ടുള്ള ഒരു ലൈൻ ആണ് ഇതിന്റെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു നോട്ടിൽ നിന്നും വേറൊരു നോട്ടിലേക്കുള്ള ഗ്ലൈഡ്, അതാണ് ഗ്ലിസാൻഡോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ബി ടു ഡി, ഇത്തരത്തിലുള്ള സ്ലൈഡ്സ് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലിസാൻഡോ എന്നുള്ള ഓർണമെന്റ് മ്യൂസിക്കിൽ ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളൊരു പാട്ട് വായിക്കുമ്പോൾ ആ പാട്ടിന്റെ നോട്ടിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഓർണമെന്റ് വരികയാണെങ്കിൽ ഈസി ആയിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാനും അത് പ്ലേ ചെയ്യാനായിട്ട് കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ലെസണുമായിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. അതുവരെ ബൈ ബൈ.